തിരുവനന്തപുരം മേയറെ അധിക്ഷേപിച്ച KSRTC ഡ്രൈവർക്കെതിരായ റോഷ്ന ആൻഡ് റോയിയുടെ പരാതിയിൽ KSRTC വിജിലൻസ് വിഭാഗം റിപ്പോർട്ട് നൽകി. വണ്ടിയോടിച്ചത് യദു തന്നെയാണെന്ന് റിപ്പോർട്ട്. ഷീജ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ഷീജ, ഇയാൾ നിരന്തരമായി ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടുന്ന ആളാണ് എന്ന് വ്യക്തമായിരിക്കുകയാണ്. ഇയാൾ ഇന്ന് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഒരു മറുപടി പോലും പറയാൻ തയ്യാറാകാതെ ഉരുണ്ടുമാറുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. ഷീജയോട് കയർത്ത് സംസാരിക്കുന്നതും കാണാൻ കഴിഞ്ഞു. തീർച്ചയായും ഷമ്മി, ഏതായാലും ഈ KSRTC സംഭവത്തിൽ പ്രത്യേകിച്ചും മേയറുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഒരു തർക്കത്തിലൂടെ തുടങ്ങുന്നതാണ് ഈ സംഭവങ്ങൾ. അതിൽ മേയറോട് വളരെ മോശം രീതിയിൽ പെരുമാറിയ KSRTC ഡ്രൈവറാണ് യദു എന്ന് പറയുന്നത്. യദുവിനെതിരെ ഇതിനു മുൻപും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ, പരാതികൾ ഉയർന്നു വന്നിട്ടുണ്ട് എന്നുള്ളതും വ്യക്തമായിരുന്നു. പക്ഷേ എല്ലാ പരാതികളും ആരും അറിയാതെ തർക്ക പരിഹാരത്തിലേക്ക് എത്തിക്കുന്ന ഒരു നടപടിയാണ് യദു പല കേസുകളുമായി ബന്ധപ്പെട്ടും സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു സംഭവമായിരുന്നു കഴിഞ്ഞ ദിവസം സിനിമാ താരം റോഷ്ന ഉയർത്തിയ വിഷയം. റോഷ്നയ്ക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവം, അതും KSRTC വാഹനം ഓടിക്കുന്നതിനിടയിൽ തന്നെയാണ് ഈ രീതിയിൽ യദുവിൻ്റെ ഭാഗത്തു നിന്നും റോഷ്നയ്ക്ക് നേരെയും ഇത്തരത്തിലുള്ളൊരു മോശം പെരുമാറ്റം ഉണ്ടായത്. അതിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതായാലും കഴിഞ്ഞ ദിവസം എല്ലാവരും ഉയർത്തിയൊരു വിഷയം, ഈ ബസിൻ്റെ ഫോട്ടോ അടക്കം റോഷ്ന നൽകിയെങ്കിൽ പോലും ഇത് ഓടിച്ചത് യദുവാണ് എന്നുള്ളതിന് എന്ത് തെളിവ് എന്നുള്ളതാണ്. അതിന് കൃത്യമായിട്ടുള്ള തെളിവാണ് ഇന്ന് നമ്മൾ പുറത്തുവിട്ടിരിക്കുന്നത്. KSRTCയുടെ കൃത്യമായിട്ടുള്ള ഷെഡ്യൂൾ, ആ ഷെഡ്യൂളിൽ പറയുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്നും പുറപ്പെട്ട വാഹനം മലപ്പുറത്തേക്ക് എത്തുന്ന ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ രീതിയിൽ അതിൻ്റെ റൂട്ട് മാപ്പ് അടക്കമുണ്ട്. അങ്ങോട്ടേക്ക് പോകുന്ന വാഹനം അതായത് 2023 ജൂൺ 18 തിരുവനന്തപുരത്ത് നിന്നും പുറപ്പെടുന്നത്. തിരിച്ച് ഇത് വരുന്നതെന്ന് പറയുന്നത് കുന്നംകുളം വഴിയാണ് തിരിച്ച് തിരുവനന്തപുരത്തേക്ക് തൊട്ടടുത്ത ദിവസം വരുന്നത്. അപ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ജൂൺ 19 ഈ സംഭവം ഉണ്ടാകുന്നത് എന്നുള്ളത് റോഷ്നയുടെ പരാതിയിലും വ്യക്തമാണ്. അപ്പോൾ ഈ വാഹനം ഓടിച്ചിരുന്നത് യദുവാണ് എന്നുള്ളത് അതിലൂടെ തെളിഞ്ഞു കഴിഞ്ഞു. ഇനി യദു തന്നെയാണ് അന്ന് വാഹനം ഓടിച്ചതിനെന്നുള്ള മറ്റൊരു തെളിവ് ലോഗ് ഷീറ്റാണ്. ആ വാഹനത്തിൽ രാവിലെ കയറുമ്പോൾ അതിൻ്റെ കണ്ടക്ടറും ഡ്രൈവറും ആ ലോഗ് ഷീറ്റിൽ എഴുതി ഒപ്പിടേണ്ടതുണ്ട്. അതിൽ യദു തന്നെ യദുവിൻ്റെ പേരെഴുതി ഒപ്പിട്ടിട്ടുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് വ്യക്തമാകുന്നത് ഈ സംഭവം, അതായത് റോഷ്ന പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ആ വാഹനം ഓടിച്ചിരുന്നത് യദുവാണ് എന്ന് വ്യക്തമാണ്. പക്ഷേ യദു ഇപ്പോഴും ആ ഒരു സംഭവം സമ്മതിക്കാൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ തയ്യാറായിട്ടില്ല. പക്ഷേ ആഭ്യന്തര വിജിലൻസ്, KSRTCയുടെ ആഭ്യന്തര വിജിലൻസ് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം ആരംഭിച്ചിരുന്നു. ഇതിൽ യദുവിൻ്റെ മൊഴിയെടുത്തിട്ടുണ്ട്. അതിൽ യദുവാണ് വാഹനം ഓടിച്ചത് എന്നുള്ള കാര്യം യദു സമ്മതിക്കുന്നുമുണ്ട്. അത് യദു കൃത്യമായ രീതിയിൽ മൊഴിയായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കിപ്പോൾ ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരമെന്ന് പറയുന്നത്. പക്ഷേ ഇത് മാധ്യമങ്ങൾക്ക് മുന്നിൽ വ്യക്തമാക്കാനോ വെളിപ്പെടുത്താനോ യദു തയ്യാറായിട്ടില്ല. കാരണം നമ്മൾ തന്നെ നിരവധി തവണ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദിച്ചപ്പോൾ അത്തരത്തിൽ ഉള്ള കാര്യങ്ങൾ എനിക്ക് ഓർമ്മയില്ല, അതിപ്പോൾ നടന്നതല്ലോ, അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഓർമ്മയില്ല എന്ന തരത്തിലൊക്കെ ഉള്ളൊരു പ്രതികരണമാണ് നടത്തിയത്. അല്ലെങ്കിൽ പിന്നീട് പ്രകോപിതനാകുമ്പോൾ പറയുന്നത്, നിങ്ങൾ പറയുന്നത് എല്ലാം ഞാൻ അങ്ങ് സമ്മതിച്ചു തന്നാൽ മതിയോ എന്നുള്ളതാണോ നിങ്ങൾക്ക് വേണ്ടത് എന്ന തരത്തിൽ, ഞാൻ മോശമായി പെരുമാറി എന്നുള്ളതൊക്കെ ഞാൻ അങ്ങ് സമ്മതിച്ചു തരാം, അങ്ങനെ മതിയോ എന്ന തരത്തിലൊക്കെയാണ് യദുവിൻ്റെ ഭാഗത്ത് നിന്നും മറുപടി വരുന്നത്. മറ്റൊന്ന്, ഈ മേയറുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ പോലീസിൽ കേസ് നൽകുന്നു, പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു, അറസ്റ്റ് ചെയ്ത്. അതിനുശേഷം യദു തൊട്ടടുത്ത ദിവസം പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ KSRTC ഡിപ്പോയിലേക്ക് പോയിരുന്നു എന്ന് ഒരു ചാനലിന് യദു മൊഴി നൽകിയിരുന്നു. അല്ല, മൊഴിയല്ല, ബൈറ്റായി നൽകിയിരുന്നു. അപ്പോൾ ഈ ബൈറ്റിൻ്റെ കാര്യം നമ്മൾ യദുവിനോട് ചോദിച്ചു. അപ്പോൾ പക്ഷേ ഉരുണ്ട് കളിക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചത്. അത്തരത്തിൽ താൻ അവിടെ പോയിട്ടില്ല എന്ന് പറഞ്ഞു. അതിനെന്തെങ്കിലും തെളിവുണ്ടോ ഞാൻ ഇങ്ങനെ പറഞ്ഞതിന് എന്നുള്ളതാണ് യദു മറിച്ച് ചോദിക്കുന്നത്. പക്ഷേ അപ്പോൾ നമ്മൾ കൃത്യമായ രീതിയിൽ അതിൻ്റെ വീഡിയോ ബൈറ്റ് യദുവിനെ കേൾപ്പിച്ചു. ആ സെക്കൻഡിൽ തന്നെ നിലപാട് മാറ്റി. ഞാൻ അവിടെ പോയിട്ടുണ്ട്, പക്ഷേ KSRTC ഞാൻ ഓടിച്ച വാഹനത്തിൻ്റെ അടുത്തേക്ക് പോയിട്ടില്ല എന്ന തരത്തിൽ അപ്പോൾ തന്നെ താൻ പറഞ്ഞ കാര്യം തിരുത്തി പറയുകയാണ് യദു ചെയ്തത്. അതുകൊണ്ട് തന്നെ യദു പറയുന്നതിൽ എത്രത്തോളം വസ്തുതയുണ്ട് എന്നുള്ളത് അതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഇപ്പോഴേതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് KSRTCയുടെ ആഭ്യന്തര അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. യദുവിൻ്റെ മൊഴിയെടുത്തിട്ടുണ്ട്. യദു തന്നെ സമ്മതിച്ചിട്ടുണ്ട് ഈ വാഹനം ഓടിച്ചത് യദുവാണ് എന്നുള്ള കാര്യം. ഷമ്മി, ഷീജ, അവസരത്തിനൊത്ത് കാര്യങ്ങൾ മാറ്റിപ്പറയാൻ വിദഗ്ധനായ ഒരാളാണ് യദു എന്ന് അവിടെ നിങ്ങൾ മാധ്യമപ്രവർത്തകർ ചോദ്യങ്ങൾ ചോദിക്കുന്ന അവസരത്തിൽ തന്നെ വളരെ കൃത്യമായി തന്നെ എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ഇതിപ്പോൾ റോഷ്നി വളരെ കൃത്യമായിട്ടും ആ സമയവും അതുപോലെ തന്നെ ഫോട്ടോയും അടക്കമാണ് ഈ കാര്യങ്ങൾ പങ്കുവച്ചത്. എന്നിട്ട് പോലും അയാൾ പറയുന്നത് ആ വണ്ടി ഒതുക്കിയിട്ടപ്പോൾ വണ്ടിയിൽ ആരുമില്ല, എന്തോ പ്രശ്നം വന്നിട്ട് വണ്ടി ഒതുക്കിയതാണ് എന്നുള്ള മട്ടിലൊക്കെയാണ് ഈ യദു സംസാരിക്കുന്നത്.
തീർച്ചയായും നമ്മൾ ചോദിക്കുന്നതിനുള്ള ഉത്തരമല്ല ഇത് നൽകിക്കൊണ്ടിരുന്നത് എന്നുള്ളത് തന്നെയാണ് അതിൽ ഏറ്റവും സുപ്രധാനമായി എടുത്തു പറയേണ്ടത്. കാരണം ഇപ്പോൾ നമ്മൾ എന്ത് വിഷയം ചോദിക്കുന്നോ അതിന് നേരെ തിരിച്ചുള്ളൊരു ഉത്തരം നൽകുന്നു എന്നുള്ളതാണ് യദുവിൻ്റെ ഭാഗത്ത് നിന്നും സ്വീകരിച്ച നടപടി എന്ന് പറയുന്നത്. കാരണം യദു ആദ്യം കഴിഞ്ഞ ദിവസം ഈ റോഷ്നയുടെ പരാതി വന്നപ്പോൾ തന്നെ താൻ ഇത്തരത്തിൽ തൃശ്ശൂരിന് അപ്പുറത്തേക്ക് വാഹനം ഓടിച്ചിട്ടില്ല എന്നുള്ളൊരു നിലപാടാണ് ആദ്യം യദു സ്വീകരിച്ചത്. പക്ഷേ ഇന്ന് അത് തിരുത്തി പറഞ്ഞു. അതിനൊപ്പം തന്നെ ഞാൻ മറന്നുപോയി, ഞാൻ കോഴിക്കോട് വരെയൊക്കെ വാഹനം ഓടിച്ചിട്ടുണ്ട്, പക്ഷേ ഈ ഒരു സംഭവം മറന്നുപോയി എന്നാണ് പറയുന്നത്. കാരണം MVD ഇതുമായി ബന്ധപ്പെട്ട് കേസെടുത്തിട്ടുള്ള വിഷയമാണ്. ആ വിഷയം താൻ മറന്നുപോയി എന്ന് പറയുമ്പോൾ എത്രത്തോളമാണ് ഈ യദു എന്ന് പറയുന്ന വ്യക്തിയുടെ ക്രെഡിബിലിറ്റി എന്നുള്ളത് ഏറ്റവും സുപ്രധാനമായ കാര്യം തന്നെയാണ്. ഈ രീതിയിൽ തന്നെയാണ് ഓരോ വിഷയത്തിലും യദു പ്രതികരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ചോദിക്കുന്നതിനുള്ള ഒരു ഉത്തരമല്ല, അതിൽ ഈ സെക്കൻഡിൽ പറയുന്നത് തൊട്ടടുത്ത സെക്കൻഡിൽ മാറ്റി പറയുന്ന ഒരു നടപടി, അതാണ് യദു ഇന്ന് പൂർണ്ണമായും സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. ഇയാൾ ഇന്ന് കോടതിയിലെത്തി കേസ് നൽകിയിട്ടുണ്ട് എന്ന വാർത്ത കാണുന്നുണ്ട്. എന്താണ് അത് സംബന്ധിച്ച വിശദാംശങ്ങൾ? അതിൽ യദു പ്രധാനമായും പറയുന്നത് തൻ്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള നീക്കം 5 പേരുടെ ഭാഗത്തു നിന്നുണ്ടായി. അതുകൊണ്ട് ഈ 5 പേർക്കെതിരെ അന്വേഷണം വേണം, കോടതിയുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിലുള്ള അന്വേഷണം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്നിപ്പോൾ ഹർജി നൽകിയിരിക്കുന്നത്. അത് ഫയലിൽ സ്വീകരിച്ച് അത് അടുത്ത പരിഗണനയ്ക്ക് വേണ്ടി ഇയാൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പറഞ്ഞത് 720 രൂപയ്ക്ക് കൂലിപ്പണി എടുക്കുന്ന ഒരു പാവം പിടിച്ച ഒരാളാണ് ഞാൻ, എനിക്ക് ഇതുകൊണ്ട് ഞാൻ ജീവിച്ചു പോവുകയാണ്. അങ്ങനെയുള്ള ഒരാൾക്ക് എങ്ങനെയാണ് ഇത്രയും അഭിഭാഷകരെയും ഈ സംഘത്തെയും എല്ലാം വെച്ച് ഈ കേസ് നടത്താനും ഒക്കെ ഉള്ള ഒരു സാഹചര്യം ഒരുങ്ങി വന്നത്? തീർച്ചയായും ഷമ്മി, ഇതിന് പിന്നിൽ കൃത്യമായ രീതിയിൽ യദുവിനെ ഒരു വിഭാഗം ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതിൽ സംശയമില്ല. കാരണം ഈ ഒരു വിഷയം ഉയർന്നു വന്നപ്പോൾ തന്നെ ഇതിൽ യദുവിൻ്റെ ഭാഗത്ത് നിൽക്കാനായിരുന്നു ഒരു വിഭാഗത്തിന് വലിയ തിടകം. അതിൽ ഒരു വിഭാഗം മാധ്യമങ്ങളും ഉണ്ട് എന്ന് പറയുന്നത് കൂടിയാകും വസ്തുത കൃത്യമായ രീതിയിൽ. ഏതായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് യദുവിൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ പോലും അതിനെ മറച്ചു വെച്ചുകൊണ്ട് യദുവിനെ സംരക്ഷിക്കുന്ന നിലപാട്, ആ നിലപാട് സ്വീകരിക്കുന്ന ഒരു വിഭാഗം ഇപ്പോൾ തന്നെ യദുവിന് ഒപ്പം ഉണ്ട്. യദുവിനെ ഈ വിഷയത്തിൽ പരാതിക്കാരി എന്ന് പറയുന്നത് ഒരു CPM കാരിയാണ്, ഒരു മേയറാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അവരെ പ്രതിസ്ഥാനത്തേക്ക് എത്തിക്കുക എന്നുള്ളത് ചില കോണുകളിൽ നിന്നുള്ള ഒരു ലക്ഷ്യമാണ്. അതിനു വേണ്ടിയിട്ട് യദുവിനെ ചിലർ ഉപയോഗിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി കൂടിയാണ് ഇപ്പോൾ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകാനുള്ള യദുവിൻ്റെ തീരുമാനവും. ഷീജ, തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ന് പറയുന്നത് BJPയുടെ ഒരു സ്വപ്നമായിരുന്ന ഒരു കോർപ്പറേഷനാണ്. അവിടെയാണ് ആര്യ രാജേന്ദ്രൻ അവർ കോർപ്പറേഷൻ മേയറായി വരുന്നത്. അന്നു മുതൽ തുടങ്ങിയതാണ് ആര്യയോടുള്ള ഇവരുടെ കൊതിക്കറിവും അതുപോലെ തന്നെ അവരുടെ അനിഷ്ടവും. ഇന്നിപ്പോൾ ഒരു അവസരം വീണ് കിട്ടുന്നു. ആ കിട്ടുന്ന ഒരു അവസരത്തിൽ ശരിയേത് തെറ്റേത് എന്നൊന്നും നോക്കാതെ യദുവിനെ പോലെ യാതൊരു ക്രെഡിബിലിറ്റിയും ഇല്ലാത്ത ഒരാളെ എടുത്തുകൊണ്ട് നടന്ന് ആഘോഷിക്കുന്ന ഒരു കാഴ്ചയാണ്. അത് ശരിക്കും പറഞ്ഞാൽ വളരെ കൃത്യമായ രാഷ്ട്രീയമാണ്. തിരുവനന്തപുരത്തെ മേയർക്കും ഈ തിരുവനന്തപുരം ഭരിക്കുന്ന പാർട്ടിക്കും LDFനും എല്ലാം എതിരായിട്ടുള്ള വളരെ കൃത്യമായ രാഷ്ട്രീയമാണ്. തിരുവനന്തപുരത്ത് എങ്ങനെ മേയർക്കെതിരായി കുറച്ച് ജനരോഷം ഉയർത്തിക്കൊണ്ടുവന്നാൽ അടുത്ത ഒരു തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് അനുകൂലമായി കാര്യങ്ങൾ നീക്കാമെന്നുള്ള ഒരു ചിന്തയില്ലേ ഇതിൻ്റെ പിറകിൽ? ഷമ്മി, ഏതായാലും മേയർക്കെതിരായിട്ടുള്ള ഒട്ടുതിരിഞ്ഞുള്ള ആക്രമങ്ങൾ ഇപ്പോൾ തുടങ്ങിയതല്ല. ഷമ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ മേയറായി ആര്യ രാജേന്ദ്രൻ ചുമതലയേൽക്കുമ്പോൾ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്നുള്ളൊരു പ്രത്യേകത ആര്യ രാജേന്ദ്രനുണ്ട്. അതുകൊണ്ട് തന്നെ ആര്യക്കെതിരെ പല കോണിൽ നിന്ന് ഓരോ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് വലിയ വിവാദങ്ങളാക്കാനുള്ള ശ്രമം ആദ്യഘട്ടം മുതൽ തന്നെ നടന്നിരുന്നു. അത് ഇപ്പോഴും തുടരുന്നുണ്ട്. ആ രീതിയിലുള്ള ആക്രമങ്ങൾക്ക് അതിന് വീണുകിട്ടൊരു ആയുധമാക്കി മാറ്റുകയാണ് ഈ വിഷയത്തെ. ഈ വിഷയത്തിൻ്റെ മെറിറ്റ് പോലും പരിശോധിക്കാതെ ഇതിൽ ആരോപണ വിധേയനായി നിൽക്കുന്ന ഒരു വ്യക്തിയെ പിന്തുണച്ചുകൊണ്ട്, അതും സ്ത്രീകളോട് മോശമായി പെരുമാറുന്ന ഒരു വ്യക്തിയെ പിന്തുണയ്ക്കുക എന്ന് പറയുമ്പോൾ സമൂഹത്തിന് ഏത് രീതിയിലുള്ളൊരു സന്ദേശമാണ് ഈ പിന്തുണയ്ക്കുന്നവർ നൽകുന്നത് എന്നുള്ളത് കൂടി ചിന്തിക്കേണ്ടതാണ്. പക്ഷേ അതൊന്നും തന്നെ ബാധകമാകാത്ത തരത്തിൽ യദുവിനെ പിന്തുണയ്ക്കുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നത്. അത് ഈ പറയുന്നത് പോലെ തന്നെ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയം ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതിൽ സംശയമില്ല. അത് ആര്യ രാജേന്ദ്രനെതിരെയായിട്ടുള്ളൊരു നീക്കമായി തന്നെ വേണം ഇവിടെ തിരുവനന്തപുരത്തെ കാര്യവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ നീക്കങ്ങളെ സംശയിക്കാനും. തീർച്ചയായും ഷീജ, വളരെ കൃത്യമായ രാഷ്ട്രീയം. യദുവിനെ പോലെ സ്ത്രീവിരുദ്ധമായ സമീപനം സ്വീകരിക്കുന്ന ഒരാളെ പിന്തുണയ്ക്കുന്നതിന് പിന്നിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ അധികമായ കാര്യങ്ങളൊന്നും വേണ്ട. ഇന്നിപ്പോൾ കേസ് കൊടുക്കാൻ പോലും യദുവിന് എല്ലാ പിന്തുണയും നൽകിയിരിക്കുന്നത് ആരാണ് എന്ന് മനസ്സിലാവുമ്പോൾ അതിനൊരു വ്യക്തത ഉണ്ടാവുകയും ചെയ്യും.